ഇന്നത്തെ നവോദയ ക്ലാസ് മെൻ്റൽ എബിലിറ്റി ക്ലാസ്സാണ്. മെൻ്റൽ എബിലിറ്റി 10 പാർട്ടുകളായിട്ടാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓരോ പാർട്ടിൽ നിന്നും 4 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ പാർട്ട് 1 കുട്ടികളുടെ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, വിവേചിച്ചറിയാനുള്ള കഴിവ് പരിശോധിക്കാനുള്ള ഭാഗമാണ്. ഇവിടെ 1, 2, 3, 4 എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതോ ഒന്ന് മറ്റു 3 നിന്നും ഒരു പ്രത്യേക രീതിയിൽ വ്യത്യസ്തമാണ്. ബാക്കി 3 ഒരുപോലെയാണ്, ഒന്ന് ഡിഫറൻ്റ് ആണ്. ഓഡ് മാൻ ഔട്ട് കണ്ടുപിടിക്കലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 2, 3, 4 എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. 3 ഒരു പ്രത്യേക രീതിയിൽ ഒരേപോലെയാണ്, ഒന്ന് വ്യത്യസ്തമാണ്. കണ്ടുപിടിക്കണം. ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. കാരണം ബാക്കി 3 സർക്കിൾസ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 4 ഗ്ലാസ് ജാറുകൾ വെച്ചിട്ടുണ്ട്. നോക്കണം. അതിൽ രണ്ടാമത്തേതാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. അതിന് മാത്രം സീറ്റിംഗ് ഉണ്ട്, ബാക്കിയുള്ളതിന് ഇല്ല. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ആണ്. മൂന്നാമത്തേത് നോക്കാം. ഉള്ളിലും പുറത്തും ഒക്കെ ആയിട്ട് കുറച്ച് റെക്റ്റാങ്കിള്, അതിൽ ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ 4ാമത്തെ ഓപ്ഷനിൽ ഷെയ്ഡ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷി പറക്കുന്നതാണ് 3 ചിത്രങ്ങളിൽ. സി ക്വസ്റ്റ്യൻ 3ാമത്തെ ഓപ്ഷനിൽ മാത്രം പക്ഷി മരക്കൊമ്പിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓരോന്നിലും നമ്മൾ നോക്കുമ്പോഴേ റെക്റ്റാങ്കിള്, സർക്കിള്, സ്ക്വയർ എന്നിങ്ങനെ 3 തരുന്ന റൊട്ടേഷനിൽ വരുന്നുണ്ട്. 3ാമത്തേതാണ് കറക്റ്റ് ആൻസർ. കാരണം ബാക്കി എല്ലാത്തിനും മുകളിൽ ഓരോ വരയുണ്ട്. ഇവിടെ ഇങ്ങനെ ഇല്ല. മുകളിൽ ഇങ്ങനെ ഓരോ വര മുകളിലും താഴെയായിട്ടില്ല. ഇവിടെയൊക്കെ ഉണ്ട്, ഇതിലില്ല. അതുകൊണ്ട് അതാണ് ആൻസർ. അത് മാത്രമല്ല ബാക്കി എല്ലാ ചിത്രങ്ങളിലും ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ രണ്ടും സ്ക്വയർ ആയിപ്പോയി, ട്രയാങ്കിൾ ഇല്ലതാനും. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് 5th ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th വൺ നമ്മൾ നോക്കുമ്പോൾ എ മാൻ, ഡോഗ്, ട്രീ, പിന്നെ ട്രയാങ്കിൾ. ആദ്യത്തെ 3 ഓപ്ഷനുകളും ജീവനുള്ളതാണ്, ലിവിങ് ബീയിങ്സ് ആണ്. ലിവിങ് ബീയിങ്സിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ട്രയാങ്കിൾ ഒരു ജോമെട്രിക്കൽ ഷേപ്പ് മാത്രമാണ്. അതുകൊണ്ട് ഇതാണ് 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അടുത്ത 7ാമത്തേത് നോക്കുമ്പോൾ നോക്കാം. എൻ എന്ന് എഴുതിയിട്ടുണ്ട്, അതിൽ ഒരു സർക്കിളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ 4ാമത്തെ ഓപ്ഷൻ എന്നിൻ്റെ വാട്ടർ ഇമേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. അത് അടുത്തത് നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരം കണ്ടെത്തിയല്ലോ. 1, 3, 4 4 ഫിഗേഴ്സും ഒരു ക്വാഡ്രിലാറ്ററലാണ്, 4 സൈഡുള്ള രൂപമാണ്. പക്ഷെ ഇതിൽ 5 സൈഡ് ഉണ്ട്, അല്ലെങ്കിൽ 5 തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുക. 5 മാച്ച് 6 വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ബാക്കി 3 4 മാച്ച് 6 വെച്ച് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യനിൽ നോക്കാം. എല്ലാ ഫിഗേഴ്സും ഏകദേശം ഒരുപോലെ ഇട്ടിട്ടുണ്ട്.
പക്ഷെ മുകളിൽ ആരോ മാർക്ക് അതൊക്കെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഇതവിടെയൊക്കെ ഒരു ആരോ മാർക്ക്, ഒരു റൗണ്ട് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നു. ഇവിടെ രണ്ട് ഭാഗത്തും ഒരു ആരോ മാർക്ക്, സ്ക്വയർ, സർക്കിളൊക്കെ വരുന്നുണ്ട്. മൂന്നാമത്തേതിൽ രണ്ട് ഭാഗത്തും ആരോ മാർക്ക് വന്നതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാം കുടിക്കാൻ ഉപയോഗിക്കുന്ന, നിറയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് അല്ലേ? കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്സാണ്, പലതരം ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ 4ാമത്തേത് ആക്കി വയ്ക്കാനുള്ളൊരു പാത്രമാണ്, അതുകൊണ്ട് അതാണ് കറക്റ്റ് ആൻസർ. അങ്ങനെ മറ്റു 3 നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ വ്യത്യസ്തമായിട്ടുള്ളത് കണ്ടുപിടിക്കലാണ് ഈ 1ാമത്തെ പാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നോക്കാം. 2ാമത്തെ വർക്ക്ഷീറ്റാണ്, സെക്കൻഡ് വർക്ക്ഷീറ്റാണ്. ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. സെക്കൻഡ് ഓപ്ഷനാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യത്തേത് പുസ്തകം, പിന്നെ പെൻസിൽ, പേന, കൊട. ആദ്യത്തെ 3 സാധനങ്ങൾ എഴുതാനും വായിക്കാനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. 4ാമത്തേത് ചൂട്, തണുപ്പ് കൊള്ളാതിരിക്കാനാണ് അല്ലേ? വെയിൽ കൊള്ളാനും കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഒക്കെയാണ്. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 ഓപ്ഷനുകളും നമ്മൾ ആകാശത്ത് സ്കൈയിൽ കാണുന്ന സാധനങ്ങളാണ്. എയറോപ്ലെയിൻ, സണ്ണ്, സ്റ്റാറ്, മൂൺ ഒക്കെ ഉണ്ട്. ഇതിൽ ഓപ്ഷൻ 1 മാത്രം മാൻമെയ്ഡ് ആണ്, ബാക്കിയുള്ളതെല്ലാം നാച്ചുറലാണ്. സോ ഓപ്ഷൻ 1 ഈസ് ദ കറക്റ്റ് ആൻസർ. 4ാമത്തേത് കുറച്ചുകൂടെ നമുക്ക് എളുപ്പമുള്ളതാണ്. കാരണം ബാക്കിയുള്ളതിലൊക്കെ 2-3 വരകളൊക്കെ ഉണ്ട്, ഇതിൽ മാത്രം ഒന്നേ ഉള്ളൂ, ഒരു ഷേപ്പ് മാത്രമേ ഉള്ളൂ, ഒരു ലൈൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കാം. 2 കട്ടിയുള്ള വരയ്ക്ക് ഇടയ്ക്ക് ഇവിടെ ഒരു കട്ടിയില്ലാത്ത വര, ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെ അങ്ങനെ തന്നെ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, കട്ടിയുള്ള വര നടുക്കാണ്. അതാണ് കറക്റ്റ് ആൻസർ, അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 6ാമത്തെ ചിത്രം നോക്കൂ. എല്ലാത്തിനും ഈക്വലാക്കി ഭാഗിച്ചിരിക്കുന്നു കേട്ടോ, ഏകദേശം ഈക്വലായിട്ടൊക്കെ ഭാഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനെ അതുപോലെ ഭാഗങ്ങളുടെ എണ്ണവും നോക്കുക. ഇതാണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ 1 ആണ്. അടുത്തത് നോക്കാം. കാറ്, ബസ്, ലോറി, സൈക്കിൾ. ബാക്കിയുള്ളതിനൊക്കെ ഡീസലോ പെട്രോൾ വേണം, സൈക്കിളിന് അത് ആവശ്യമില്ല അല്ലേ? ബാക്കിയുള്ളതിനൊക്കെ ഡീസലോ പെട്രോളോ ഉണ്ടെങ്കിലേ ഓടാൻ പറ്റുള്ളൂ. സൈക്കിളിന് അങ്ങനെയില്ല, നമുക്ക് ചവിട്ടിപ്പോകാം. അടുത്തതിൽ നോക്കുക. 4ാമത്തേതാണ്. ബാക്കിയുള്ളതെല്ലാം കളിക്കാൻ ഉപയോഗിക്കുന്ന, പ്ലേയിങ്ങിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ അതങ്ങനെയല്ല, കുടിക്കാനുള്ള കുടമാണ്. അടുത്തത് നോക്കാം. 9ാമത്തേത്. ബാക്കി എല്ലാം റൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുമ്പോൾ 3ാമത്തേത് മാത്രം ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കുക. കോഴി, സർപ്പം അല്ലേ? അതുപോലെ ഓൾ, ഡക്ക്. ബാക്കിയുള്ളതിനൊക്കെ കാലുകളുണ്ട്, നടക്കാൻ കാലുണ്ട്, സ്നേക്കിനാണ് ഇല്ലാത്തത്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നോക്കാം. 3rd വർക്ക്ഷീറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബോള്, ഗ്ലാസ്, കപ്പ്, പിന്നെ അടുത്ത കപ്പ് തന്നെയാണ്. അപ്പോൾ 3 എണ്ണം കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഡോഗ്, ഇതാണോ, സോറി, ബോള് കളിക്കാൻ ഉപയോഗിക്കുന്നതാണ്.
അതുകൊണ്ട് ഇതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതെല്ലാം ഗ്ലാസ് കുടിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുക 4B38. ഇതിൽ ആൽഫബറ്റും ഉണ്ട് ന്യൂമറലും ഉണ്ട്. 3 ന്യൂമറൽസ് ആണ്, ബി ആണ് ആൽഫബറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതേപോലെ കസേര, മേശ, കൊട, ബാക്കിയുള്ളതൊക്കെ ഇരിക്കാനോ അല്ലേ, ഇരിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇതിലിപ്പോൾ വ്യത്യാസമായിട്ട് അതുപോലെ അതൊക്കെ തടി കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് അങ്ങനെയല്ലോ, തുണി കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി 3 ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കാം. മാങ്ങ, ആപ്പിള്, മത്തൻ, ഫ്ലവർ. ഇതാണ് ഡിഫറെൻ്റ്. ബാക്കിയുള്ളതെല്ലാം നോക്കുക വെജിറ്റബിൾസ് ആണ്. ഇതാണ് വ്യത്യാസമായിട്ട് ഫ്ലവർ ആണ് വരുന്നത്. അടുത്ത വാച്ച്, ടൈം പീസ്, അടുത്ത ക്ലോക്ക്, അടുത്തത് റേഡിയോ. ഇതെല്ലാം വാച്ചിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയല്ല, പാട്ടും കേൾക്കാൻ പറ്റും അല്ലേ, ന്യൂസ് കേൾക്കാൻ പറ്റും. ഇതിൽ അങ്ങനെ പറ്റില്ല, സമയം അറിയാനേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വലിയൊരു സർക്കിള് പിന്നെ ഒരു ബ്ലാക്ക്. സെക്കൻഡ് വണ്ണിൽ അങ്ങനെ ഇല്ല, കാണുന്നില്ല. അതാണ് കറക്റ്റ് ആൻസർ. അടുത്ത 7th വൺ നോക്കുക. കുടമാണ് ആദ്യത്തേത്. പിന്നെയുള്ളതെല്ലാം വെട്ടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്, മുറിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ. അടുത്തത് നോക്കുക. 8ാമത്തെ ക്വസ്റ്റ്യനുകളിൽ ഏകദേശം എല്ലാം ഒരേപോലെയാണ്. പക്ഷേ ഇവിടെ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. അതിൽ നടുവിൽ കണ്ടോ ഒരു വര വന്നിരിക്കുന്നുണ്ടോ, അതാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 4 ക്വസ്റ്റ്യനുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ 3 ആണ്. ബാക്കിയുള്ളതെല്ലാം ഒരു ഡോട്ടഡ് ഒരു ലൈൻ ഉള്ളിലൂടെ ഉണ്ട്, ഇതിലില്ല. ഇവിടെ അതുപോലെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ബാക്കി എല്ലാത്തിലും 3 ഡോട്ട് ഉണ്ട്. പക്ഷേ ഈ 2ാമത്തേലെ ഡോട്ട് സ്ട്രൈറ്റ് എന്നാണ്. ബാക്കിയൊക്കെ അങ്ങനെ കോർണർ ടു കോർണർ പറയുന്നു. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതുപോലെയുള്ള വർക്ക്ഷീറ്റുകൾ താഴെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ഹോംവർക്കായി ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഉത്തരം പറഞ്ഞു തരാം. താങ്ക് യു. നവോദയ മെൻ്റൽ എബിലിറ്റി പാർട്ട് 1 ആണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിയത്. നവോദയ എൻട്രൻസ് പരീക്ഷയോടെ കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി മാത്തമാറ്റിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഓൺലൈൻ ക്ലാസ്സിനും ഓഫ്ലൈൻ ക്ലാസ്സിനുമായി ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 9497645358 or 9446487743. Thank you.